നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ഈ 11 ദിവസം കൂടി മാത്രമാണ് ഇത് ചെയ്യാൻ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ സുപ്രീം കോടതിയിൽ വന്നൊരു വിധിയെക്കുറിച്ചും നമുക്ക് നോക്കാം. ആധാർ കാർഡ് പൗരത്വ രേഖയിലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പെൻഷൻ മസ്റ്ററിങ്ങിന് ഇനി 11 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടെന്നാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 70-80% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ 5-6% മരണപ്പെട്ടു പോയ ആളുകളും ഉണ്ടായിരിക്കും. എന്നാലും ഇപ്പോഴും 10-15% ആളുകൾ ഇപ്പോഴും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. നമുക്കറിയാം 60, 70, 80 വയസ്സുള്ള ആളുകൾക്കായിരിക്കും ഈ പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെയുള്ള വീട്ടമ്മമാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അവർ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളുമായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളുകളോട് പ്രത്യേകം ഇക്കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കണം. മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞ വർഷമെല്ലാം മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം, കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു. അന്ന് ഈ പെൻഷൻ മുടങ്ങുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം അവരുമായി സംസാരിക്കുമ്പോൾ മസ്റ്ററിങ്ങിനെ കുറിച്ച് അവർ കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അങ്ങനെ അവസരം പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. ആ മുടങ്ങിയ പെൻഷൻ ഒരു സമയത്തും പിന്നീട് അവർക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള, അയൽവക്കത്തെ വീട്ടിലുള്ള ആളുകളോടെല്ലാം ഈ ഒരു മസ്റ്ററിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ഉണർത്തുക. 30 രൂപ നൽകി കഴിഞ്ഞാൽ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു മാസത്തോളമായി ഹോസ്പിറ്റലിൽ കിടപ്പിലായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ പ്രത്യേകം അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിലും ഹോസ്പിറ്റലിലും വരികയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ അവർ വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ 30 രൂപ അല്ലെങ്കിൽ 50 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇനി അവർ വിളിച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് മുടങ്ങുന്ന പെൻഷൻ ഒരു സമയത്തും നമുക്ക് തിരിച്ച് ലഭിക്കുകയില്ല. ഇതിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യാത്തതിന് കാരണം വിദേശത്തുള്ള ആളുകളുണ്ട്, പ്രവാസികളായ ആളുകളുണ്ട്, മക്കളുടെയും മറ്റും അടുത്തേക്ക് പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമയത്ത് നാട്ടിൽ വരാൻ സാധിക്കുകയില്ലെങ്കിൽ ഇനി അടുത്ത മസ്റ്ററിംഗ് എന്നാണോ വരുന്നത് അന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. പക്ഷേ ഇപ്പോൾ മുടങ്ങിയ പെൻഷൻ ഈ ഒരു ആഗസ്റ്റ് മാസം മുതൽ ഇനി എന്നാണ് മസ്റ്ററിങ്ങിന് കാലാവധി സർക്കാർ വരുന്നത് അല്ലെങ്കിൽ പുതിയ ഡേറ്റ് വരുന്നത്, ആ ഒരു സമയം വരെ ഉള്ള പെൻഷൻ അവർക്ക് ലഭിക്കുകയില്ല. നാട്ടിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർ നാട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ചിലപ്പോൾ ജനുവരി, ഫെബ്രുവരി മാസത്തിൽ ഒരു മസ്റ്ററിംഗ് അവസരം കൂടി വരാറുണ്ട്. ആ അവസരം അവർ ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഇപ്പോൾ ഈ മുടങ്ങിയ 6 മാസത്തെ പെൻഷൻ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നുമുണ്ട്. നമുക്കറിയാം ഈ ഒരു വർഷാവസാനമാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുകയുണ്ട്. ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്ക് ഇനി 2-3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി 1-2 മീറ്റിംഗ് മാത്രമായിരിക്കും അവർ ഉണ്ടായിരിക്കുക. ഈ സമയത്ത് അവർക്ക് നമ്മൾ നൽകിയ എല്ലാ അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെൻഷൻ അപ്രൂവൽ ആവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഇത് പ്രഖ്യാപിച്ചിരുന്നു, ആധാർ പൗരത്വ രേഖയില്ല എന്നുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആധാർ കാർഡെല്ലാം ഈ ഒരു കാര്യം വളരെ സൂചിപ്പിക്കുന്നുണ്ട്. ആധാർ പൗരത്വ രേഖയല്ല, തിരിച്ചറിയൽ കാർഡ് മാത്രമാണെന്നുള്ളത്. NRC സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇത് വളരെ സുപ്രധാനമായ ഒരു വിധി തന്നെയാണ്. എന്തെല്ലാം രേഖകളാണ് നമുക്ക് പൗരത്വത്തിന് ഉപയോഗിക്കാൻ സാധിക്കുക, NRC നിയമം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ എത്തുമോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി അടുത്ത വീഡിയോസിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും